2 ശ്ലോകങ്ങൾ നിങ്ങൾ എടുത്തു പഠിക്കേണ്ടത്. ഇപ്പോൾ പോകുന്ന ഭക്തിയിൽ നമ്മളെ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ അതെത്രമാത്രം തെറ്റാണ് നമ്മളത് മനസ്സിലാക്കൂ. കുട്ടികളിൽ ചിലത് പഠിപ്പിക്കണം. അതെന്താണ്? ആ ഗീതയിലെ 2 വരികൾ. നിങ്ങൾ കൃഷ്ണനെ ഭജിക്കുന്നുവെങ്കിൽ, കൃഷ്ണനോട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ, ജസ്റ്റ് ലിസൺ ടു ഹിം. ഈ ഗുരുവായൂരിൽ വരുന്ന ഒരു 100% ഒരു 80% ഇത് മനസ്സിലാക്കിയിട്ടാണോ തൊഴാൻ പോണത്? സത്യം പറയൂ. ഈ 3 വാക്കുകൾ നിങ്ങൾ മരിക്കുന്നത് വരെ മറക്കരുത്. ഒരു മുമ്പേ ഗമിച്ചീടിന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം. കൃഷ്ണൻ പറഞ്ഞ റൂട്ടിലേയല്ല നമ്മൾ പോകുന്നത്. കൃഷ്ണൻ അനന്യഭക്തിയെക്കുറിച്ച് പറയുന്നു, നമ്മൾ വേറെ റൂട്ടിൽ പോകുന്നു, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള. അതുകൊണ്ടാണ് ഭഗവാൻ എടുത്തു പറഞ്ഞത്. 2 ശ്ലോകങ്ങൾ നിങ്ങൾ എടുത്തു പഠിക്കേണ്ടത്. 16-ാം അധ്യായം അവസാനത്തെ 2 ശ്ലോകങ്ങൾ. അതായത് ഇപ്പോൾ പോകുന്ന ഭക്തിയിൽ നമ്മളെ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ അതെത്രമാത്രം തെറ്റാണ് നമ്മളത് മനസ്സിലാക്കൂ. എല്ലാവരും തൊഴുതു പോകുന്നു. ഇപ്പം നമുക്ക് വെക്കേഷൻ എല്ലാവരും കുട്ടികളെ തൊഴിപ്പിച്ച് കൊണ്ടുപോകും. ആ തൊഴിപ്പിച്ച് കൊണ്ടുപോകുന്നതിലല്ല തെറ്റ്. പക്ഷെ വെൻ യു ആർ സ്റ്റോപ്പിംഗ് ദെയർ, യു ആർ കമ്മിറ്റിംഗ് ബിഗ് മിസ്റ്റേക്ക്. നിങ്ങൾ ആ ഒരു കുട്ടിയെ പിന്നെ ഒരിക്കലും ആ ഒരു ബ്ലൈൻഡ് ബിലീഫിൽ നിന്ന് പുറത്ത് കടക്കാൻ സമ്മതിക്കില്ല. അപ്പം നമുക്ക് ഈ തൊഴുതു പോകുന്നതോടൊപ്പം തന്നെ കുട്ടികളിൽ ചിലത് പഠിപ്പിക്കണം. അതെന്താണ്? ആ ഗീതയിലെ 2 വരികൾ ഞാൻ ചൊല്ലും, നിങ്ങളെ ഏറ്റു ചൊല്ലണം. കാരണം ഇത് പഠിക്കേണ്ട വരികളാണ്. നമ്മളെ ഹിന്ദുക്കൾ ശരിക്കും ഉൾക്കൊള്ളേണ്ട. നിങ്ങൾ കൃഷ്ണനെ ഭജിക്കുന്നുവെങ്കിൽ, കൃഷ്ണനോട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ, ജസ്റ്റ് ലിസൺ ടു ഹിം. നിങ്ങൾ കൃഷ്ണനിൽ അത്ര ഭക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നവരല്ല, നിങ്ങളൊരു ബിംബത്തെ ഭജിക്കുന്നവരാണ്, നിങ്ങളൊരു കല്ലിനെ ആരാധിക്കുന്നവർ, നിങ്ങൾ കൃഷ്ണനെ ആരാധിക്കുന്നവരല്ല. കാരണം കൃഷ്ണനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കണം, അല്ലേ? ആണോ അല്ലയോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? മറ്റേതൊരു വെറും വിഗ്രഹത്തിന്റെ ആരാധകരാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു, യശാസ്ത്രവിധിം ഉത്സൃജ്യ. ഒന്നെല്ലാവരും ഉറക്കെ ചൊല്ലു അതൊന്ന്. ഈ 2 ശ്ലോകങ്ങൾ അത്ര ഗംഭീരമാണ്. യശാസ്ത്രവിധിം ഉത്സൃജ്യ. ഇത് വായിക്കുമ്പോൾ അർത്ഥാവുന്നവർ എത്ര പേരുണ്ട്? വായിക്കുന്ന സമയത്ത് തന്നെ അർത്ഥം മനസ്സിലാവുന്നവർ എത്ര പേര്? വളരെ കുറവാണ്. യശാസ്ത്രവിധിം ഉത്സൃജ്യ. ഒന്നുകൂടി ഉറക്കെ ഒന്ന് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല. യശാസ്ത്രവിധിം ഉത്സൃജ്യ. അപ്പൊ ശാസ്ത്രത്തിൽ വിധിച്ചതിനെ, ശാസ്ത്രത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളതിനെ ഉത്സൃജ്യ. ഉത്സൃജ്യ എന്ന് പറഞ്ഞാൽ വിസർജ്യ. അത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, വിസർജനം. അപ്പൊ നമ്മൾ കളയുന്നു എന്ന് പറഞ്ഞ പോലെ ശാസ്ത്രത്തിൽ പറഞ്ഞതിനെ നമ്മൾ ഉത്സൃജ്യ എന്ന് പറഞ്ഞാൽ വിട്ടുകൊണ്ട്, അതിനെ മനസ്സിലാക്കാതെ. അടുത്ത വരി, യശാസ്ത്രവിധിം ഉത്സൃജ്യ. പോരാ, എനിക്ക് നിങ്ങളുടെ ഒരു റിട്ടേൺ പോരാ, അങ്ങോട്ട് ഒരു ഊർജത്തിൽ പറയുന്നില്ല. യശാസ്ത്രവിധിം ഉത്സൃജ്യ വർത്തതേ കാമകാരത. വർത്തതേ കാമകാരത, കാമത്താൽ കാരണമായി, അല്ലെ അതിൻ്റെ കാരണത്താൽ എന്ന് പറഞ്ഞാൽ കാമകാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ കാമം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഒരു സന്ദർഭോചിത അർത്ഥം എടുക്കണം. ഇവിടെ കാമം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പുരുഷ കാമങ്ങളല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ ചില പ്രേരണകൾ. ഇപ്പൊ ചില പ്രേരണകളുടെ കാരണത്താൽ ആളുകൾ ശാസ്ത്രവിധി മനസ്സിലാക്കാതെ ആരോ അതിൻ്റെ പിന്നാലെ നമ്മളും ചെയ്യുന്നു ഓരോ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ മറ്റുള്ളവരനുഷ്ഠിക്കുന്നതിനെ നമ്മളും ഒരു ഇഷ്ടം കൊണ്ട് നമ്മളും അമ്പലത്തിൽ പോകണം, കൃഷ്ണനോടൊരു ഭക്തി ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ഭക്തിയല്ല, അതൊരു പ്രേരണ മാത്രം. ഉള്ളിലൊരു പ്രേരണ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അന്ധമായി അനുകരിക്കുന്നെങ്കിൽ, ഏത് മനസ്സിലാക്കാതെ
ശാസ്ത്രം മനസ്സിലാക്കാതെ നിങ്ങൾ അന്ധമായി മറ്റുള്ളവരെ പിന്തുടരുന്നു എങ്കിൽ, അടുത്ത വരി, നജസിദ്ധിം അവാപ്നോതി. ഉറക്കെ നജസിദ്ധിം അവാപ്നോതി. അവർക്കൊരു സിദ്ധി, ഒരു ഐശ്വര്യവും, സിദ്ധികൾ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, അവർക്ക് ഒരു ഐശ്വര്യവും ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ ബ്ലൈൻഡ്ലി തൊഴുതു പോകുന്നവർക്ക് എന്തേ പറ്റിയത്? അവർക്ക് എന്തോ ഒരു കുറവ് അവർക്ക് പറ്റിയത്. അത് തന്നെ ഉറക്കെ പറയൂ, കൂടെ വരുന്നില്ലേ നിങ്ങൾ? ഒരു പോയിന്റാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവർക്ക് പറ്റിയത്? ഉറക്കെ പറയൂ. അവര് ശാസ്ത്രവിധി മനസ്സിലാക്കാതെ മറ്റുള്ളവരെ അന്ധമായി ഒരു ഇഷ്ടം കൊണ്ട്, പ്രേരണ കൊണ്ട് അവര് അനുകരിക്കുന്നെങ്കിൽ അവർക്കൊരു ഐശ്വര്യവും എന്ന് മാത്രമല്ല ന പരാംഗതിം. അത് മുഴുവൻ വായിക്കാം. ന സിദ്ധിമവാപ്നോതി. അടുത്ത വരി എന്താണ്? ന സുഖം ന പരാംഗതിം. ഒരു യഥാർത്ഥ സുഖവും ഒരു യഥാർത്ഥ ഗതിയും അവർക്ക്. അപ്പൊ നോക്കൂ, അന്ധമായി മറ്റുള്ളവരെ പിന്തുടരുന്ന ഭക്തി ശരിയാണോ? അവർക്ക് പറയൂ നിങ്ങൾ. അല്ല. ഏത് വേണം? ഏത് മനസ്സിലാക്കണം? ശാസ്ത്രം മനസ്സിലാക്കണം എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കണോ വേണ്ടയോ? വേണ്ടയോ? ഈ ഗുരുവായൂരിൽ വരുന്നവർ 100% 80% ഇത് മനസ്സിലാക്കിയിട്ടാണോ തൊഴാൻ പോണത്? സത്യം പറയൂ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കാത്ത എന്ത് ഭക്തന്മാരാ നമ്മള്? കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കണ്ടേ? വേണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ശാസ്ത്രം മനസ്സിലാക്കണം. ഇനി അടുത്ത വരിയും കൂടി. തസ്മാൽ ശാസ്ത്രം പ്രമാണം തേ. ഒന്നുകൂടി ഉറക്കെ വായിച്ചു നോക്കൂ. തസ്മാത്, അതുകൊണ്ട്, therefore, അതുകൊണ്ട്, ശാസ്ത്രം പ്രമാണം തേ. പ്രമാണം ഏതായിരിക്കണം? മറ്റുള്ളവർ ചെയ്യുന്നത് അന്ധമായി അനുകരിക്കുന്നതല്ല പ്രമാണം. ഏതായിരിക്കണം പ്രമാണം? അച്ഛനും അമ്മയും പൊട്ടനെ പോലെ തൊഴുതു പോകുന്നു വെച്ചിട്ട് ഞാൻ തൊഴുതു പോകണമെന്നില്ല. അവരന്ധരാണെന്ന് വെച്ചിട്ട് ഞാൻ അന്ധരാവണമെന്നില്ല. ഞാൻ എന്ത് മനസ്സിലാക്കണം? ശാസ്ത്രം പ്രമാണം തേ. അടുത്ത വരികളൊക്കെ നോക്കൂ നിങ്ങൾ. തസ്മാൽ ശാസ്ത്രം പ്രമാണം തേ കാര്യ വ്യവസ്ഥിഷു. ഒന്നുകൂടി ഉറക്കെ വായിക്കൂ. കാര്യ വ്യവസ്ഥിഷു. കാര്യം അകാര്യം. കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്, അകാര്യം. ഇപ്പൊ ചെയ്യേണ്ടതെന്ത്, ചെയ്യേണ്ടത് എന്തത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഒരു ക്ഷേത്രത്തിൽ ഞാൻ എന്തിനാണ് പോകുന്നത്, അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവിടെ എന്താണ് ചെയ്യേണ്ടതില്ലാത്തത്, ഇത് മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുള്ളത്? ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? തൊഴുതു പോകലാണ് അവിടെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആരെങ്കിലും ശാസ്ത്രത്തിൽ മനസ്സിലാക്കിയിട്ടാണോ പോകുന്നത്? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ആരെങ്കിലും നിങ്ങൾക്ക് ശാസ്ത്രത്തിൽ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? അപ്പോ എന്തവിടെ ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം? ശാസ്ത്രത്തിന്റെ. എന്നിട്ട് അടുത്ത വരി, അതുകൊണ്ട് അടുത്തത് എന്താണ്? ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം, അല്ലേ? ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. അതുകൊണ്ട് എന്ത് വേണം? ആചാര്യന്മാരുടെ അടുത്ത് പോയി ജ്ഞാനം. ജ്ഞാത്വ എന്ന് പറഞ്ഞാൽ അറിയണം. എന്തറിയണം? ശാസ്ത്രം വിധാനോക്തം. വിധാനോക്തം വിധിപൂർവകം. ആചാര്യന്മാരുടെ അടുത്ത് പോയി ശാസ്ത്രം അറിഞ്ഞിട്ട് വേണം കർമ്മ കർത്തുമിഹ അർഹസി. എന്തൊക്കെ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്ന കാര്യത്തെക്കുറിച്ച് ആരിൽ നിന്ന് മനസ്സിലാക്കണം?
ആരിൽ നിന്ന് മനസ്സിലാക്കണം? ആചാര്യന് തോന്നിയത് പോലെ പറയാൻ പാടില്ല. ആചാര്യൻ എന്തേ പറയാവൂ? ശാസ്ത്രമായ സത്യങ്ങളെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ച് നാം ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി, അതായത് ആത്മീയ ശാസ്ത്രം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടു നടന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ പോലെ ജ്ഞാതും, ഈ 3 വാക്കുകൾ നിങ്ങൾ മരിക്കുന്നത് വരെ മറക്കരുത്, ജ്ഞാതും ദ്രഷ്ടും പ്രവേഷ്ടും, അവസാനം ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ താല്പര്യമുണ്ടോ? ആഗ്രഹമുണ്ടോ? ഉണ്ടോ? എങ്കിൽ നമ്മൾ ശാസ്ത്രം വേണ്ട പോലെ ഒന്ന് മനസ്സിലാക്കണം. ഭഗവാനെ ജ്ഞാതും ഭഗവാനെ ദൃഷ്ടും, അവസാനം ഭഗവാനിൽ പ്രവേശിക്കും. അപ്പം അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്.